ഹായ് ഡിയേഴ്സ്, ബാച്ചിലേഴ്സിന് പോലും ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മട്ടൺ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ മട്ടൺ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ബോണോട് കൂടിയിട്ടുള്ള മട്ടൺ എടുക്കുക. കാരണം ബോൺലെസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വലിയ രുചി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും ബോണായിട്ടുള്ള മട്ടൺ ഇടുക എന്ന് പറയുന്നത്. അതിപ്പം മട്ടൺ ആണെങ്കിലും ബീഫിനാണെങ്കിലും അങ്ങനെ തന്നെ. ഇനി ചേരുവ എന്തൊക്കെയാണെന്ന് പറയാവേ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ചതച്ചതാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ഏലക്ക ചതച്ചത്, പച്ചമുളക് ഒരു 4-5, പിന്നെ ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ 5-6 കൊച്ചുള്ളിയും കൂടി ചേർക്കാവുന്നതാണേ. അപ്പോൾ രുചി കൂടും. എനിക്കിവിടെ കൊച്ചുള്ളി അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ഒരു തക്കാളിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും. അപ്പം നമുക്ക് വെച്ചാലോ. കുക്കർ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. തണുപ്പ് കാരണമാണ് എൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്നത്. അത് സാരമില്ല, ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഉരുകിക്കോളും. എണ്ണ ഉരുകിയതിന് ശേഷം 2 ബേ ലീവ്സ് അതിനകത്തോട്ടിടുക. അതിന് ശേഷം ഈ പൂ പോലെ ഇരിക്കുന്നതിൻ്റെ 1-2 ഇതൾ മാത്രം എടുത്ത് അതിനകത്തോട്ടിടുക. ഒരുപാട് ഇടണ്ട, ഈ 2 എണ്ണം ഇട്ടാൽ മതി. അപ്പം തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ വരും. പട്ട ഇടുക, അതും 1-2 മാത്രം ഒടിച്ചിട്ടിടുക. ശേഷം ഒരു ഗ്രാമ്പൂ ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശേഷം ചതച്ച് വെച്ച ഒരു ഏലക്ക ഇടുക. പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉലുവയായിട്ട് ഇടാം. പക്ഷേ കരിയാൻ പാടില്ല കേട്ടോ. ചെറിയ തീയിലിട്ടുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓൾറെഡി അരിഞ്ഞു വെച്ച സവാള ഇടുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ തന്നെ ഇടാവുന്നതാണ്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള വാടി വന്നതിന് ശേഷം ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. ഇട്ടിട്ട് അതും ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. പൊടികൾ എന്തൊക്കെ ഇടണ്ടേന്ന് പറയാമേ. ഈ ഒരു സ്പൂണിൻ്റെ പകുതി മതി മഞ്ഞൾപ്പൊടി. പിന്നെ ഈ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടിയൊക്കെ ഒരു സ്പൂണ് ഒരു ഇച്ചിരിയും കൂടി ഇട്ടാൽ മതി. ഏറെ ഇടേണ്ട ആവശ്യമില്ല. ശേഷം 1 അല്ലെങ്കിൽ 1.25 ഗരം മസാല ഇടുക. ഞാനിവിടെ ഹോം മെയ്ഡാണ് ഗരം മസാല യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാക്കറ്റ് ആണെങ്കിലും ഗരം മസാല ഇടാവുന്നതാണ്. ഒരു ഇച്ചിരി മീറ്റ് മസാലയും കൂടി ഇടുക. ശേഷം ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതും അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ആവിയിലിരുന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ വെക്കുന്നത്. പച്ചമണം മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മട്ടൺ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക.
മട്ടൻ ആവശ്യമായിട്ടുള്ള ഉപ്പിടുക, അതും ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കുക. ശേഷം ഞാനിപ്പം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ വിസിലടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ മട്ടനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം ആ വെള്ളത്തിലിരുന്ന് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കും. അങ്ങനെ തുറന്നു വെച്ച് വേവിച്ച ശേഷം ഈ വെള്ളം പതിയെ വറ്റി തുടങ്ങും. അതിന് ശേഷമാണ് ഞാൻ പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ വെള്ളം ഒഴിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മട്ടൺ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൻ്റെ അളവ് എനിക്കും പൂർണ്ണമായിട്ട് അറിയില്ല പറയാൻ, എങ്കിലും ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മട്ടൻ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ വെള്ളം നിൽക്കാൻ. അപ്പം ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് മട്ടൻ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണോ ഇതിൻ്റെ വെള്ളം നിൽക്കുന്നതെന്ന്. ഒരിക്കലും അതിൻ്റെ താഴ്ന്ന രീതിയിൽ വെള്ളം നിർത്തരുത്, കാരണം നമ്മൾ ഇനിയും വിസിലടിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ഇതിനകത്തിരുന്ന് വറ്റിപ്പോകും. ശേഷം കുക്കർ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. കിളുന്ന മട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു 4 വിസിലിൻ്റെയൊക്കെ ആവശ്യമേ. അതേസമയം നല്ല മുറ്റിയ മട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 വിസിലെങ്കിലും നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. എന്നാലേ മട്ടൻ നല്ലപോലെ ഇളകി വരത്തുള്ളൂ. മാക്സിമം ഒരു 7 വിസിലെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ തുറന്ന് നോക്കരുത്. അതിനകത്തിരുന്ന ആ പ്രഷർ ഫുള്ള് തനിയെ പോകണം. അതിനുശേഷം തുറന്ന് നോക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറി ലീവ്സോ അല്ലെങ്കിൽ മല്ലിയിലയോ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നിങ്ങൾക്ക് അതും ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. തുറന്നതിന് ശേഷം നല്ലപോലെ ഇളക്കി നോക്കുക. ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടിയും തുറന്ന് വെച്ച് ഇതൊന്ന് വേവിക്കുക. ശേഷം ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി കുരുമുളക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ മട്ടൻ കറി ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മല്ലിയിലയും കറി ലീവ്സും കൂടി ഇട്ടെടുത്തതിന് കുറച്ചും കൂടി നല്ലതായിരിക്കും. അങ്ങനെ എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു ഫുഡ് റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ see you guys.